കേരളത്തിൽ നിപ്പ വൈറസ് ഭീഷണി വീണ്ടും ആശങ്കയുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയത്തിലും കടുത്ത വാദപ്രതിവാദങ്ങളാണ് അരങ്ങേറുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിപ്പ പ്രതിരോധത്തിന് നേതൃത്വം നൽകേണ്ട ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും തമ്മിൽ ആവശ്യമായ ഏകോപനം ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടെന്നും അത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രോഗവ്യാപനം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അതിന് വിപരീതമായ സാഹചര്യമാണുള്ളതെന്നും വിവിധ തലങ്ങളിൽ വ്യക്തമായ ഏകോപനക്കുറവ് പ്രകടമാകുന്നെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കാനല്ല LDF ആഗ്രഹിക്കുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. മുൻപ് നിപ്പ കേരളത്തിൽ ബാധിച്ച സമയത്ത് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് പോലെ പെരുമാറില്ലെന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഭരണകാലത്തെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ച അദ്ദേഹം അന്ന് ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതയോടെയും ഏകോപനത്തോടെയുമാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് രോഗവ്യാപകം ഫലപ്രദമായി നിയന്ത്രിക്കാനാകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ അത്തരം കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെങ്കിലും അത് കാണുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. പ്രത്യേകിച്ച് നിപ്പ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളെ അകറ്റി നിർത്തുന്ന സമീപനം ശരിയല്ലെന്നും പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ജനപ്രതിനിധികളുടെ സഹകരണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ബോധവൽക്കരണവും നിരീക്ഷണവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഏറ്റവും കൂടുതൽ വിവാദമായ വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥാനമാറ്റമാണ്. നിപ്പ പോലൊരു പകർച്ചവ്യാധി നിലനിൽക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത് അസാധാരണ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരണപരമായ തുടർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നതെന്നും അതാണ് ഇപ്പോഴത്തെ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് സർക്കാർ എന്തു മറുപടി നൽകും? നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏകോപനം ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്നീ കാര്യങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.